ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫിലദൽഫിയ എന്നതിനെപ്പറ്റി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് 3-ാം അധ്യായം 7-ാം വാക്യം. ഫിലദൽഫിയ സഭയുടെ ദൂതന് എഴുതുക. വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യകാല അപ്പോസ്തോലിക നാളുകളിൽ 7 സഭകളോട് ആത്മാവ് പറഞ്ഞ സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലദൽഫിയയിലെ സഭയാണ് 6ാമത്തെ സഭ. ആദ്യകാല അപ്പോസ്തലന്മാരുടെ കാലത്ത് സഭകൾക്ക് എഴുതിയ പരിശുദ്ധാത്മാവ് അതേ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുകയും തന്റെ ഉപദേശം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഫിലദൽഫിയ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ആ പേര് എങ്ങനെ വന്ന്? ഒരിക്കൽ അഗാലാസ് രാജാവ് തുർക്കി ഭരിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും വലിയ സഹായമായിരുന്നു. തന്റെ സഹോദരനോടുള്ള നന്ദി നിമിത്തം രാജാവ് ഒരു വലിയ നഗരം പണിയുകയും അത് അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. സാഹോദര്യ സ്നേഹത്താൽ നിർമ്മിച്ച നഗരമാണ് ഫിലദൽഫിയ. ഫിലദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. ആ സാഹോദര്യ സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ച ദൈവദാസന്മാർ ആ നഗരത്തിൽ ദൈവത്തിന്റെ ഒരു ദേവാലയം പണിത് തങ്ങളുടെ ശുശ്രൂഷകൾ നടത്തി. ക്രിസ്തീയ ജീവിതത്തിൽ സാഹോദര്യം എത്ര പ്രധാനമാണെന്ന് ബൈബിൾ പല അവസരങ്ങളിലും ഊന്നിപ്പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുക. അവൻ നമ്മോട് അനന്തമായ സ്നേഹമുള്ള ഞങ്ങളുടെ ജ്യേഷ്ഠനാണ്. അവരെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് എബ്രായർ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. യേശുക്രിസ്തുവിന് ലൗകിക സഹോദരന്മാരും ആത്മീയ സഹോദരന്മാരും ഉണ്ടായിരുന്നു. യേശു വ്യക്തമായി പറഞ്ഞു, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാണെന്ന്. ഇത് മത്തായി സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവൻ അവരെ സ്വന്തം സഹോദരങ്ങളായി കണക്കാക്കി. അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അവരെല്ലാം സ്വന്തം സഹോദരങ്ങളെപ്പോലെ സന്തോഷത്തോടെ ജോലി ചെയ്തു. അവരിൽ പത്രോസും അന്ത്രയോസും ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. യാക്കോബിന്റെയും യോഹന്നാന്റെയും കാര്യവും ഇത് തന്നെയായിരുന്നു. എന്നാൽ അവർ കർത്താവിന്റെ കുടുംബത്തിൽ എത്തിയപ്പോൾ എല്ലാവരും ഒരു ബഹുമാന്യ കുടുംബമായി തീർന്നു. ബ്രിട്ടീഷുകാർ ഒരു പ്രസംഗം നടത്തുമ്പോൾ സദസ്സിനെ പ്രഭുക്കന്മാരും സ്ത്രീകളും എന്ന് അഭിസംബോധന ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നുള്ളവർ അവരുടെ സമ്മേളനങ്ങളെ സഹാക്കൾ എന്ന് അഭിസംബോധന ചെയ്യുമായിരുന്നു. എന്നാൽ ക്രിസ്തുമതത്തിൽ നാം അവരെ വിളിക്കുന്നത് സഹോദരന്മാർ എന്നാണ്. നമ്മുടെ ജന്മസ്ഥലമോ എവിടെയാണ് വളർന്നതെന്നോ പരിഗണിക്കാതെ കാൽവറിയിൽ ചൊരിയപ്പെട്ട കർത്താവായ യേശുവിന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങൾ ഒരേ കുടുംബത്തിന്റെ ഭാഗമായി തീർന്നു. അവന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെടുകയും അതേ ആത്മാവിനാൽ നിറയ്ക്കപ്പെടുകയും ചെയ്യുന്നു. തീർച്ചയായും യേശുക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനാണ്. നാം എല്ലാവരും അവന്റെ സഹോദരി സഹോദരന്മാരാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 133-ാം അധ്യായം 1-ാം വാക്യം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 33-34 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം. ആമേൻ.